ഈ ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഇമോഷൻസ് വെച്ചിട്ടുള്ള ഭയങ്കര പരിപാടിയാണ്. ചിലതൊക്കെ ഇപ്പോൾ നമ്മൾ തിലകൻ ചേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അസാധ്യമായിട്ട് വോയിസ് മോഡുലേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ്. ഇത് നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇത് വിചാരിക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് പലർക്കും. ആർട്ടിസ്റ്റുകൾക്ക് തന്നെ പലപ്പോഴും അത്രയും അവരുടെ അഭിനയത്തെ എൻഹാൻസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ശരിക്കും അമ്മയുണ്ട് പറഞ്ഞു തരാൻ, പക്ഷേ എങ്കിലും നമ്മൾ പല കാര്യങ്ങളും പുതുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വോയിസിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈ ഒബ്സർവേഷൻസ് ഒക്കെ കൂടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ സമീപിക്കുക. എങ്കിലും ആ ഡബ്ബിങ്ങിന് തൊട്ട് മുമ്പ് ഇതൊരു സാങ്കേതികത്വം കൂടെയാണ്. കറക്റ്റ് ലിപ്സിങ്ക് ചെയ്ത് കറക്റ്റ് മീറ്റർ പിടിച്ച് പോകാന്ന് പറയുന്നത് ഭയങ്കര പരിപാടിയാണ്. സാങ്കേതികത്തിനപ്പുറത്തേക്ക് അതിനകത്ത് നമ്മൾ ഒരു പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു സാധനം വരുന്നത്. എപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസോടുകൂടി ഇത്, ഇല്ലെങ്കിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞോളൂ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഞാൻ ഒരു 176 ഫിലിംസോളം ചെയ്ത് കഴിഞ്ഞു. തമിഴ് അല്ല, ഞാൻ എഴുതി വെക്കാറുണ്ട്. അമ്മ പഠിപ്പിച്ചു തന്നതാ. കാരണം അമ്മയ്ക്ക് കൗണ്ട് ഇല്ല. അമ്മ 2000 ഫിലിംസോളം ചെയ്തു, പക്ഷെ കൗണ്ട് ഇല്ല അമ്മയ്ക്ക്. സോ അതുപോലെ ഒരു 90-something ഹീറോയിൻസിനെ ഡബ് ചെയ്തു, ഇൻക്ലൂഡിങ് ഒരു ഡോഗിന് വേണ്ടി ഡബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ സിനിമയും ഡെഫിനറ്റ്ലി ഓരോ പോലെ, ഓരോ ഡയറക്ടേഴ്സിൻ്റെ അപ്രോച്ചും, പിന്നെ ഓരോ ഹീറോയിൻസ് ചിലപ്പോൾ അവർക്ക് വേറെ മദർ ടങ് ആയിരിക്കും, ലൈക്ക് വേറെ ലാംഗ്വേജ് ആയിരിക്കും. സോ ഓരോ സിനിമയ്ക്കും എനിക്ക് കോൺഫിഡൻസ് അല്ല ലൈക്ക് ഒരു പുതിയ അപ്രോച്ച് എന്തായാലും വരുത്തണം. കാരണം കമ്പാരിസൺ ഉണ്ടാവാൻ പാടില്ല. പ്രീവിയസ് ഫിലിമോ അല്ലെ പ്രീവിയസ് ഹീറോയിനെ പോലെ അതേപോലെ ഉണ്ടെന്നൊരു കമ്പാരിസൺ പാടില്ല. ആൻഡ് ജനറലി കഥ കേൾക്കുമ്പോൾ ഡയറക്ടർ ബ്രീഫ് ചെയ്യല്ലോ. ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ബ്രീഫ് ഉണ്ടാവും ക്യാരക്ടറിനെ പറ്റിയും സിനിമേനെ പറ്റിയും. എന്ത് ടോണാ ഇല്ല അല്ല അസോസിയേറ്റ് ആയിരുന്നു ഉണ്ടായത്. കറക്ഷൻസിന് മാത്രം ഒറ്റൊരു ദിവസം കറക്ഷൻസിന് വന്നത് ദിനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മൊത്തത്തിലൊന്നും അറിയാം. അപ്പോൾ ഒരു ടോൺ നമ്മൾ സെറ്റ് ചെയ്യും. മെന്റലി നമ്മൾ സീൻസ് കാണുമ്പോൾ ഒരു ടോൺ സെറ്റ് ചെയ്യും. പിന്നെ എത്രത്തോളം ഒരു ബേസ് പിടിക്കുക, അല്ലെങ്കിൽ ആങ്കർ ഉണ്ടെങ്കിലും അല്ല ഒരു ലവ് ഉണ്ടെങ്കിലും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആണോ, അല്ല ഭയങ്കര തമിഴിൽ പറയും ലൂസ് ഹീറോയിൻ ആണോ, അങ്ങനെയൊക്കെ ക്യാരക്ടറൈസേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ സീൻ ബൈ സീൻ കാണുമ്പോൾ അതങ്ങനെ ഇറ്റ് ഗോസ് വിത്ത് ദ ഫ്ലോ. അല്ലാതെ മെന്റലി വേറെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി ഓൺ ദ ഗോ. അത് നമ്മളിപ്പോൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ വേറൊരു സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ ഡബിങ്ങിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കൂട്ടേണ്ടി വരിക. അപ്പം ഇത് രണ്ടും രണ്ട് ജോലിയാണ്. ഇവിടെ ഒന്ന് കൂട്ടി പറയുമ്പോൾ കുറച്ച് പറയാൻ പറയോ വോയിസ് മോഡുലേഷൻ ഉണ്ട്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഹീറോയിൻസിനെ ഡബ് ചെയ്യുമ്പോൾ സംടൈംസ് അവർ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അവർ ചിലപ്പം ചില വേർഡ്സ് ഫില്ല് ചെയ്ത് വിടും. അവർക്ക് മനസ്സിലാവാതെ റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. there was a particular film where അവർ ABCD മാത്രം പറഞ്ഞ് ഫില്ല് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് എ വെരി ബിഗ് മൂവി ആക്ച്വലി. മമ്മൂക്കയായിരുന്നു ഹീറോ അതിൽ. അപ്പോൾ അതൊക്കെ ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. എങ്ങനെ നോക്കിയാലും സിങ്ക് എന്തായാലും ഇഷ്യൂ ഉണ്ടാവുമല്ലോ. അവരാണെങ്കിൽ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുമാണ് അഭിനയിച്ചത്. അപ്പോൾ അതൊക്കെ കുറച്ച് സട്ടിലാക്കി നമ്മൾ സംടൈംസ് കണ്ണുകൂട്ടി ചിലപ്പം ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം അത് കാണുമ്പോൾ നമ്മൾ അതുപോലെ ആയിപ്പോവും. രണ്ടും ഉണ്ട്, പ്ലസ് മൈനസും ഉണ്ട്. ഇത് ഞാനൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ഫസ്റ്റ് റീല് ഡബ് ചെയ്യുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റ് ഇല്ല, സ്റ്റുഡിയോയില് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല, പൈലറ്റ് ട്രാക്ക് ഇല്ല. ഞാൻ ചോദിച്ചു ഇതെന്താ പൈലറ്റ് ട്രാക്കും ഇല്ല, ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഓർമ്മയില്ലേ അസോസിയേറ്റ്സ് ഒന്നും ശരിയല്ല. പണ്ടത്തെ ഇന്നത്തെ ഡബിങ് ഭയങ്കര എളുപ്പമാണ്. ബുക്കിനോട് ചോദിക്കും. പണ്ടത്തെ ഡബിങ് കറക്റ്റ് നമ്മുടെ മാർക്ക് പിടിച്ചിട്ട് നമ്മൾ ഡബ് ചെയ്യണം. ഇന്ന് ചുമ്മാ ഡബ് ചെയ്ത് പോവാ അല്ലേ? കറക്റ്റ് അല്ലേ? അയ്യോ പണ്ട് കോമ്പിനേഷനും കൂടി ആയിരുന്നല്ലോ. ഒരു സീൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഡബ് ചെയ്യേണ്ടി വരും. ഇത് പുക എന്നത്തെ ഡബിങ് ഈസിയാ. എന്നാലും എന്തെങ്കിലും വേണ്ടേ, പൈലറ്റും ഇല്ല സ്ക്രിപ്റ്റും ഇല്ല. ബാക്കി സീനൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇത് വേറെ സംഭവം അറിയാമോ? ഇവർ രണ്ടുപേരും ശ്രീജേച്ചിന്റെ രവീണിന്റെ പ്രശ്നം അറിയാമോ? ഇവർ രണ്ടുപേരും ഇവർക്ക് ഡബ് ചെയ്യുമ്പോൾ ചേരൂല സൗണ്ട്. ഇവർക്ക് വേറെ ആൾക്കാർ ഡബ് ചെയ്താലേ ഓക്കെ ആവുള്ളൂ. അമ്മ അഭിനയിച്ച സിനിമ ഏതൊക്കെ ഉണ്ടായിരുന്നു അതിൽ റിവ്യൂസിൽ ആക്ച്വലി റിവ്യൂവേഴ്സ് തന്നെ പറഞ്ഞു ഇങ്ങനെ കാവ്യ മാധവനെ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്തിനാ ഈ പ്രായമുള്ള ആൾക്കാർ അവരുടെ വോയിസ് തന്നെയാന്ന് പോലെ അറിയില്ല. അത് കുറെ പേർക്ക് ചെറിയ കുട്ടികൾക്ക് ഡബ് ചെയ്യുമല്ലോ.
അത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ആ പരിപാടിക്കില്ല. ശ്രീജിത്തിന്റെ ശബ്ദം ഇപ്പോഴും ഒരു 25-28 വയസ്സ് കുട്ടിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ശ്രീജിക്ക് ഡബ് ചെയ്യുമ്പോ ഇതെന്താ ഇത് മദർ ക്യാരക്ടേഴ്സിന് ഒട്ടും ഡബ് ചെയ്യാനും പറ്റില്ല അമ്മയ്ക്ക്. ചേരേയില്ല. അതെ, ചേരില്ല. കരം വരുന്നുണ്ട്, അതിനകത്ത് പോയി കൈവച്ചോ? ഇല്ല കൈവച്ചില്ല. അതുകൊണ്ട് ഈ ഏരിയയിലല്ല ഷൂട്ടിങ്, വേറെ അവിടെ വിസ പോലും. ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച. അതെന്താ അതിനകത്ത് കേറ്റാത്ത? എന്താ വിനീത് കേറ്റാത്തത്? എനിക്ക് അല്ല, ഒന്നിലും കയറ്റി ഓടിച്ചു കൊടുത്തല്ലോ, അത് മതി. എല്ലാം നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ തിര പോലൊരു അതൊരു സ്റ്റാൻഡേർഡ് സിനിമയാണ്. ഒരു കമേഴ്സ്യൽ ആസ്പെക്ട് ഒന്നും അധികം നോക്കാതെ ഉണ്ടാവും തോന്നില്ല. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങള്. നിങ്ങൾ പ്രതീക്ഷിക്കും മൂപ്പര്. ഇതിലെന്തോ കുത്തി പറയുന്ന പോലെ ഇല്ലേ? അല്ല, പുള്ളി അത് വളരെ, കാരണം പുള്ളി ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് സാധാരണ സിനിമ ചെയ്യാറ്. ഇത് ധ്യാനെ വിളിക്കാത്തോണ്ടല്ലേ? അല്ലല്ല, ഇത് നോബിളിന്റെ ആണ്, നോളാപ്പിന്റെ ആണ് കഥ, ഈ സബ്ജക്റ്റ്. പുള്ളി വർക്ക് ചെയ്തിട്ട് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയും ഇത് എങ്ങനെ ഉണ്ടാവും അങ്ങനെ പുള്ളി വല്ലാതെ സിനിമ ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പൊ ഇത് ചേട്ടന് ഇഷ്ടപ്പെട്ട് ഇത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തീരുമാനിച്ച് അങ്ങനെ ചെയ്താ. പിന്നെ ജോമോൻ വരുന്നു, പഴയ ഷാനും എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്നൊരു, പിന്നെ അവർ പെട്ടെന്ന് ഷൂട്ട് തീർത്തു. അവർ എനിക്കൊന്നൊരു 35-40 ഡേയ്സിനകത്ത് പടം പരിപാടി തീർത്തു. ജോർജിയയിലായിരുന്നു കൂടുതലും. പിന്നെ എനിക്ക് തോന്നുന്നു ഷിംലയോ മണാലി ഹിമാചലിൽ കുറച്ച് ഷൂട്ട്. സുലൈഖ മനസ്സിൽ ശരിക്കും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു വേഷമാണ്. ലുക്മാൻ്റെ ഈ പറയുന്ന തല്ലും കൂട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു പടമാണ്. ഇതിനകത്ത് അത്തരം ഒരു ക്യാരക്ടറാണോ ശരിക്കും ഉള്ളത്? ഇതിലുണ്ട് റൊമാൻസ്, ഉണ്ട്, എല്ലാവർക്കും റൊമാൻസ് ഉണ്ട്. ധ്യാനുണ്ട്, എനിക്കെന്ത് റൊമാൻസ്? അല്ല, ഇതിൽ ലുക്മാൻ ഇച്ചിരി കൂടുതൽ റൊമാൻസ് ഇല്ലേ? കൂടുതലായി അല്ല, റൊമാൻസേ ഉള്ളൂ ധ്യാൻ. അല്ല, ഇവനെല്ലാം റിയലാക്കി ചെയ്ത് കളയും, അതായത് പ്രശ്നം. ഇവനെ കൈ അല്ല, ആക്ച്വലി ഇതെന്താ വെച്ചാല് ഇതൊരു ഫൈറ്റ് പടം എന്ന് പറയുന്നത്, ഫൈറ്റ് പടം എന്നുള്ള ഒരു പടം നല്ലത് ഞാൻ പറയില്ല. ഇതൊരു ഭയങ്കര ഫാമിലി ഡ്രാമ, ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു പടം. അപ്പൊ റൊമാൻസ് ഉണ്ട്, പിന്നെ ഇമോഷൻസ്, എല്ലാ ഇമോഷൻസും ഒപ്പം റൊമാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. റൊമാൻസ് ഉണ്ട് എന്നുള്ളത് ധ്യാൻ അതിലെന്തോ പറയാനില്ലേ? അത് കണ്ട് ഞാൻ ഞെട്ടി. റൊമാൻസ് കണ്ട് ഞാൻ ഇല്ലാത്ത ദിവസമായിരുന്നു, ഞാൻ ഉണ്ടെങ്കിൽ അത് അനുവദിക്കൂലായിരുന്നു. ഇത് വീട്ടിൽ അനുവദിക്കില്ല. അത്രയ്ക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് വരെയുണ്ടോ അസൂയ? ആക്ഷൻ സ്റ്റാറിന്റെ പേര് മാറി ഇപ്പൊ റൊമാൻസ് സ്റ്റാർ. ഓ, അങ്ങനെ ട്രോൾ വരാനും സാധ്യതയുണ്ട്. അതടിപൊളി. അങ്ങനെ വരികയാണെങ്കിൽ പറ്റും, നല്ല കാര്യമാണല്ലോ. നല്ല കാര്യമാണോ? അങ്ങനെ അതുപോലെ ലുക്മാൻ എല്ലാം വേണം. ലുക്മാൻ സുലൈഖ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആ റൊമാൻസ് കണ്ടിട്ട് ഭയങ്കര സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ ധ്യാൻ അസൂയ ഉണ്ടെങ്കിലും റൊമാൻസ് ഉണ്ട്. എനിക്ക് സുലൈഖ മനസ്സിനേക്കാൾ കുറച്ചും കൂടി റൊമാൻസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് ഡയറക്ടർ ചീത്ത വിളിച്ചില്ലേ, ഈ പരിപാടി കാണിച്ചത് മോശമായി പോയി. അപ്പൊ ചേട്ടാ, കുറച്ചു കാലം ഈ വില്ലൻ വേഷങ്ങൾ ചെയ്തതിന് ശേഷം ക്യാരക്ടർ റോളുകൾ കിട്ടുന്ന സമയത്ത് ആക്സെപ്റ്റൻസ് കൂടുതലാണ്. അത് വില്ലന്മാർക്കെല്ലാം മലയാള സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള വേഷങ്ങൾ എന്നുള്ള രീതിയിൽ അതിനെ കാണും. നമ്മളെല്ലാം നല്ല വേഷങ്ങളാണ്, പക്ഷേ ജനങ്ങളത് ആ ട്വിസ്റ്റും കൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് അംഗീകരിക്കും. പണ്ടത്തെ മുഖത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കുറേ നല്ല റോൾസ് കിട്ടിയിട്ടുണ്ട്. പല പടങ്ങളിലും നമ്മളെ ഹൃദയത്തിനകത്ത് പോകുന്ന റോൾസ് കിട്ടുമ്പോൾ അത് കുറച്ച് രസമല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഈ പറഞ്ഞ മാതിരി എല്ലാവിധ ഫീലിങ്സും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിനിമയാണിത്. അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടിട്ട് എല്ലാവരും തീരുമാനിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷവാനാണ് ഞാൻ അക്കാര്യത്തിൽ. കൂടുതലായിട്ട് പറയുന്നില്ല, അത് സിനിമ കണ്ടാൽ അറിയാം. വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഡയറക്ടറോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ. വളരെ നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇതിൽ ഭയങ്കര എനിക്കറിയില്ലത് പറയാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അബുക്കാടക്ക് ഭയങ്കര കുറേ ഇമോഷൻസ് ഒക്കെ ഉള്ള അബുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അബുക്കാനെ നമ്മളങ്ങനെ കാണാറില്ലല്ലോ, കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണ് അബുക്കാനൊക്കെ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഞാനേ അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ സിനിമ കാണണം?
ഇത് ലുക്മാന്റെ സിനിമയാണ്, അതുകൊണ്ട് കാണണമെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അല്ല കാണണോ? കാണണം. പിന്നെ കുഞ്ഞു സിനിമയാണ്, അപ്പം ചെറിയ ചെറിയ അല്ല കുഞ്ഞു ബഡ്ജറ്റ് അല്ല സിനിമയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അല്ല അല്ല. കുഞ്ഞു ബഡ്ജറ്റ് അല്ല, ആ. ഞാൻ പറഞ്ഞ ഇതിന്റെ പിന്നെ എങ്ങനെയാ കുഞ്ഞാവണേ? ഒരു സ്മോൾ ടൗണിൽ നടക്കുന്ന ഒരു ധ്യാനെ പോലെ വലിയ സ്റ്റാറുകളുണ്ട്. അല്ല ഈ പറഞ്ഞ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. കാരണം തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താനുള്ളൊരു മെസ്സേജ് കൂടെ ഈ സിനിമയിലുണ്ട്. ഈ വള എന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ ചെറുത് വെറും വള എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിൽ പക്ഷെ അതിന്റെ ക്യാൻവാസ് വലുത് ഇൻ ദ സെൻസ് അതിന്റെ ബാക്ക് സ്റ്റോറിയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറിച്ച് വളവളാന്ന് പറയാലല്ല. അല്ല കുട്ടാടൻ്റെ ഒക്കെ സീക്വൻസ്, ശാന്തികൃഷ്ണ അവരുടെ സീക്വൻസ് ഒക്കെ വളരെ വേറൊരു തലത്തിൽ തന്നെയാണത്. അപ്പം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വേറിട്ട് പെറുക്കി അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ മോശം ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് വിജയം കാണുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് കോൺഫിഡൻസ്. അത് തന്നെ ബുക്ക് അല്ല അത് പറ്റില്ല. ഞങ്ങളെ ഞങ്ങൾക്ക് പിന്നെ ട്രോളാൻ പറ്റുള്ളൂ. ഇത് അല്ലല്ല അങ്ങനെയല്ല, നമ്മുടെ സിനിമ നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ, അതുപോലെ ഇവിടെ നമുക്ക് എല്ലാവർക്കും സിനിമ പ്രിയപ്പെട്ടതാണ്. അപ്പം അത് ഇനി കണ്ട് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ. ചെറിയൊരു നേരത്തെ പറഞ്ഞൊരു ഇതുപോലത്തെ ചെറിയൊരു ഒരു എലമെന്റ് അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിൽ നിന്നുണ്ടാവുന്ന ഒരു കഥയാണ്. അത്തരം കഥകൾ എന്ന് പറയേണ്ട ഇത് മുന്നേടുത്ത സിനിമകളെല്ലാം തന്നെ ഇങ്ങനത്തെ കഥകൾക്കൊക്കെ ഒരു 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 നെക്സ്റ്റ് എന്ത് അടുത്തത് എന്ത് എന്ന് പറയുന്ന ഒരു നേരത്തെ ഫാമിലി ഡ്രാമയാണ് അപ്പുറം തന്നെ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് ആ എലമെൻ്റ് ഉണ്ട് ത്രൂ ഔട്ട് ദ സിനിമ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലറല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഭയങ്കര സ്ട്രോങ് ഇമോഷൻസും ഈ സ്ട്രോങ് ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നതിന് ഒപ്പുറം തന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആ ക്യൂരിയോസിറ്റി ത്രൂ ഔട്ട് ദ ഫിലിം ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമയായിരിക്കും ഓവറോൾ മ്യൂസിക് ഓക്കെ വിത്ത് മ്യൂസിക്. ഓക്കെ അടിപൊളി.